അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വരുന്ന ആഴ്ചയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്വിംഗ് പിക്സ് ആണ്, സ്വിംഗ് ട്രേഡിനായിട്ടുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ യൂഷ്വലി സ്റ്റോക്കുകൾ സ്വിംഗ് പിക്കിനുള്ള സ്റ്റോക്കുകൾ അപ്ഡേറ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതിൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് എന്തിൻ്റെ ബേസിസിലാണ് എൻട്രി എടുക്കുന്നത്, എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ഇൻട്രാഡേ കം സ്വിംഗ് ട്രേഡിന് ഉള്ളൊരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് LIC ഹൗസിംഗ് ഫൈനാൻസ്. അപ്പോൾ LIC ഹൗസിംഗ് ഫൈനാൻസിൽ ഞാൻ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് ഞാൻ കുറച്ച് മുമ്പ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ട് ഞാൻ എൻട്രി എടുക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് സോണും കൂടി ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് വന്നു, എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ലൊരു പുൾ ബാക്കാണ്, നല്ലൊരു റീടെസ്റ്റാണ് തിരിച്ച് ട്രെൻഡ് ലൈനിലേക്ക് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ്, ഞാൻ ഇൻട്രാഡേ കം സ്വിംഗ് ട്രേഡ് എന്ന് പറയാനുള്ള കാരണം, ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ ഇൻട്രാഡേ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു 432 ആണ്. അപ്പോൾ നാളെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് നോക്കിയിട്ട് ഓപ്പൺ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുള്ളിഷ് സൈൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റാണ് ഒരു 430 അല്ലെങ്കിൽ ഒരു 432. അതായത് ഒരു 2%, ഒരു 2.2% ഒക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇൻട്രാഡേ ടാർഗറ്റ്. അതിന് മേലേക്ക് ക്ലോസ് ചെയ്താൽ ഒരു 434, 435 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്വിംഗ് ട്രേഡിനും ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 435, 434, ആ ഒരു 435 ക്ലോസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. 435 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 465 ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു പ്രസൻറ്റ് പ്രൈസിൽ നിന്ന് 465 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 10% ഉണ്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്തിരിക്കുക. ചെറിയൊരു പുൾ ബാക്കുകളൊക്കെ എല്ലാത്തിനും നോർമലാണ്. അപ്പോൾ ആ ഒരു പുൾ ബാക്ക് കാണുമ്പോഴേക്കും നിങ്ങൾ സ്റ്റോക്ക് ഫുള്ളി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നു വിചാരിക്കേണ്ട. ചെറിയ പുൾ ബാക്സ് ഒക്കെ നോർമലാണ്. നിങ്ങളൊരു തെറ്റില്ലാത്തൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഒരു പുൾ ബാക്കിനും വിട്ട് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവും. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നല്ലൊരു പ്രോഫിറ്റിൽ ഇറങ്ങി പോരാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് നമുക്കൊരു 13, 14, ഈവൻ 15% ഒക്കെ നമുക്ക് ഇവിടെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് LIC ഹൗസിംഗ് ഫൈനാൻസിൻ്റെ ചാർട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ചാർട്ടാണ്. ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് വളരെ നല്ലൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് 30 VK എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് സ്റ്റോക്ക്. അപ്പോൾ നല്ലപോലെ ബുള്ളിഷ് സൈനാണ് ഇത് കാണിക്കുന്നത്. മൂവിങ് ആവറേജ് 30 വീക്ക് മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നതുകൊണ്ട് ബുള്ളിഷ് സ്റ്റോക്കാണ്. ഒരു അപ് ട്രെൻഡിലാണ് സ്റ്റോക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതും കൂടാണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വോളിയം കണ്ടില്ലേ, ബ്രേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വോളിയത്തിലാണ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതൊരു വാലിഡ് സപ്പോർട്ട് സോണായിട്ടാണ് ഇപ്പോൾ അത് ആക്ട് ചെയ്യുന്നത്. കാരണം തിരിച്ച് സ്റ്റോക്കിൻ്റെ പ്രൈസ് തിരിച്ച് ഇതിനെ ഈ ഒരു സപ്പോർട്ട് സോൺ റീടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയൊരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് 30%, ഒരു 33% ഒക്കെ ഒരു മൂവ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വാലിഡ് സപ്പോർട്ട് സോണാണ്, അല്ലെങ്കിൽ ഒരു വാലിഡ് ഡിമാൻഡ് സോണാണ് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വീണ്ടും ആ സപ്പോർട്ട് സോൺ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക്, പ്ലസ് ഒരു വെഡ്ജ് പാറ്റേണും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എൻട്രി എടുക്കാം. ഒന്ന് ആംബുഷ് എൻട്രി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ബുള്ളിഷ് സൈനും ഇല്ലാണ്ട് ചാടി കയറി എൻട്രി എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുള്ളിഷ് സൈൻ കണ്ടിട്ട് എൻട്രി എടുക്കാം. അത് നിങ്ങളുടെ റിസ്ക് റിവാർഡിന് അനുസരിച്ചായിരിക്കണം നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ആംബുഷ് എൻട്രി എടുക്കുമ്പോൾ റിസ്ക് റിവാർഡ് നല്ലതായിരിക്കും, പക്ഷേ ട്രേഡ് വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി കുറച്ചൊന്ന് കുറയും. അതേസമയം ബുള്ളിഷ് സൈൻ കണ്ടിട്ടാണ് എൻട്രി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ റിസ്ക് റിവാർഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം ബുള്ളിഷ് സൈൻ കാണുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇവിടെ എത്തിയിട്ടുണ്ടാവും, കുറച്ച് കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് അതിനനുസരിച്ച് വലുതാവും, പക്ഷേ ട്രേഡ് വർക്ക് ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് കൂടും. അപ്പോൾ അത് ഒരു ട്രേഡ് ഓഫ് ഇവിടെ നടക്കുന്നുണ്ട്. ഒരെണ്ണത്തിന് ഒരു പ്ലസ് പോയിന്റും ഉണ്ട്, ഒരു നെഗറ്റീവും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ട്രേഡ് എടുക്കാം. ഞാൻ നോർമലി ആംബുഷ് എൻട്രികൾ എടുക്കാറുള്ള ഒരാളാണ്. അത്രയും സംശയം ഉണ്ടെങ്കിലാണ് ഞാനൊരു കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ എൻട്രി എടുക്കേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഗ്രീൻ ചെറിയ രീതിയിലെങ്കിലും ഒരു ബുള്ളിഷ് സൈൻ കണ്ടിട്ട് നിങ്ങളിവിടെ എൻട്രി എടുത്താൽ മതി. കാരണം ഇവിടെ ഇപ്പം തന്നെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4% സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എന്തായാലും വെക്കേണ്ടി വരും. അപ്പോൾ ഒരു നല്ലൊരു ഐഡിയ അല്ലെങ്കിൽ നല്ലൊരു പ്ലാൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒന്ന് താഴാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ബുള്ളിഷ് സൈൻ ഈ ഒരു സപ്പോർട്ട് സോണിൻ്റെ ഏറ്റവും ലോവർ പാർട്ട് ഒരു 7340, 7350 റേഞ്ചിൽ ഒരു എൻട്രി കിട്ടി കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്.
അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഒരു 4% റിസ്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുക്കാം. നിങ്ങളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനീഷ്യൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 10% ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 10 to 11% ആണ് നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ്. അതായത് 1:2 റിസ്ക് റിവാർഡിലും കൂടുതലുണ്ട് ഇവിടെ എൻട്രി എടുത്താൽ പോലും. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും കൊണ്ടുപോകും. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു 19 അല്ലെങ്കിൽ ഒരു 18% സെറ്റ് ചെയ്യാം. പിന്നെ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, നല്ല ബ്രേക്ക് ഔട്ടാണ്, വോളിയത്തിലുള്ള ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഒരു നിങ്ങൾക്ക് ഇഷ്ടംമാതിരി പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ എൻട്രി എടുത്ത് ഈസി ആയിട്ട് 30% ഒക്കെ നിങ്ങൾക്ക് കിട്ടും പ്രോപ്പർ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ നിന്ന്. നെക്സ്റ്റ് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് ആണ്. ഇത് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ്, പക്ഷേ ഒരു പ്രോപ്പർ ട്രയാങ്കിൾ പാറ്റേൺ ആണെന്ന് പറയാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു ബ്രേക്ക് ചെയ്ത് ഈ പാറ്റേണിൻ്റെ ഭംഗി കളഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എൻട്രി എടുക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഈ ഒരു ലോവർ ട്രെൻഡ് ലൈനിൽ എടുത്തെത്താറാകുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 527 528 റേഞ്ചിൽ എൻട്രി എടുത്താൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 515 ഒരു 2.3% ഒക്കെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. കാരണം ഇവിടെയൊക്കെ റിജക്ഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു 527 28 എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു 2.2 to 2.5% സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. തെറ്റില്ലാത്തൊരു സ്റ്റോപ്പ് ലോസ് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഇനീഷ്യൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അപ്പർ ട്രെൻഡ് ലൈനാണ്. അതായത് 3.8, അതായത് 1:2 കഷ്ടി 1:2 റിസ്ക് റിവാർഡ് എന്നൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് കഴിഞ്ഞാലാണ് ശരിയായ മൂവ്മെൻറ്റ് ഇവിടെ കാണാനായിട്ട് പറ്റുക. പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു 8 to 9% അല്ലെങ്കിൽ ഈവൻ എബവ് ദാറ്റ് 10% എബവ് നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആയിരിക്കും നടക്കുക. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കൊണ്ടുപോകാം. അപ്പോൾ റിസ്ക് ചെറുതാണ്. ഇവിടെ എൻട്രി എടുത്താലും റിസ്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഇന്ത്യ മാർട്ട് ഇൻ്റർനാഷണൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് കമ്പാരിറ്റീവ്ലി അതിൻ്റെ ഒരു പാതിയുള്ളൂ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എൻട്രി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഒരു 528 527 റീജിയനിൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് സ്റ്റോക്കാണ്. അതിനും താഴെ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായി. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് മാക്സ് ഹെൽത്ത് കെയർ ആണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് വീണ്ടും എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലാണ്. മൂവിങ് ആവറേജ് ഫുള്ളായിട്ട് ലോഡായിട്ടില്ല കേട്ടോ ഇവിടെ. അപ്പോൾ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലുമാണ്. അതുകൂടാണ്ട് ഒരു ചാനൽ പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെൻഡ് ലൈൻ കുറച്ച് സ്റ്റീപ്പ് ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ട്രെൻഡ് ലൈനിൻ്റെ ആംഗിൾ എന്തോരം കൂടുന്നോ അപ്പോൾ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനില്ലേ, ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഇങ്ങനെ സ്റ്റോക്കിൻ്റെ പ്രൈസ് തട്ടി ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് ഇങ്ങനെ ഇവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ കിടന്ന് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ദ സ്റ്റീപ്പർ ദ ട്രെൻഡ് ലൈൻ ഈസിയർ ടു ബ്രേക്ക് ദ ട്രെൻഡ് ലൈൻ, അത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ വളരെ സ്റ്റീപ്പ് ആയതുകൊണ്ട് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതേസമയം ഈ ട്രെൻഡ് ലൈൻ നോക്കി ഇതിന് വലിയ സ്റ്റീപ്നെസ് ഒന്നും ഇല്ല. ഇത് കമ്പാരിറ്റീവ്ലി ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗിൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ കുറച്ചും കൂടി പോസിബിലിറ്റി ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഇവിടെ ഈ മാക്സ് ഹെൽത്ത് കെയറിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെൻഡ് ലൈൻ കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ഒരു ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്താൽ രണ്ട് സിറ്റുവേഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും എടുത്ത സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്, ഈ ഒരു മാക്സ് ഹെൽത്ത് കെയറിൻ്റെ. അപ്പോൾ ഇവിടെ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നല്ലപോലെ താഴോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ. അല്ല എന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു 236ൻ്റെയും അതേപോലെ ഒരു 223ൻ്റെ ഇടയിൽ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈൻ സ്റ്റീപ്പാണ്, അപ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ഇനി ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഈസി ആയിട്ട് ഇവിടെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 4% 5% ഫസ്റ്റ് ടാർഗറ്റ്, പിന്നെ നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് അപ്പർ ട്രെൻഡ് ലൈൻ അത് ചിലപ്പോൾ ഒരു 13%ഓ 14%ഓ ടാർഗറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെയും റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3%-ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 3.5% റിസ്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഈ സപ്പോർട്ട് സോൺ റെസ്പെക്റ്റ് ചെയ്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം 100 തരം പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ മാക്സ് ഹെൽത്ത് കെയറിലും നിങ്ങൾക്ക് ട്രേഡിൽ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് എല്ലാം മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ മിഡ് ക്യാപ്പ് സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്
ഇത് ചിലപ്പോൾ എക്സാക്ട്ലി നിഫ്റ്റീനെ റെസ്പെക്റ്റ് ചെയ്തു എന്ന് വരില്ല. ഇപ്പോൾ നിഫ്റ്റി നല്ലപോലെ ബുള്ളിഷ് ആണെങ്കിൽ ചിലപ്പോൾ മാക്സ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ചിലപ്പോൾ ബെയറിഷ് ആയിരിക്കും. ഈ നിഫ്റ്റി ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പുകൾ ബുള്ളിഷ് ആയിരിക്കും. ഇനി നിഫ്റ്റി ബുള്ളിഷ് ആണെങ്കിൽ ചിലപ്പോൾ ഇത് ന്യൂട്രൽ ആവാനും ചാൻസ് ഉണ്ട്. അതായത് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ നിഫ്റ്റീനെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ പോസിബിലിറ്റീസ് നിഫ്റ്റി 50ലും നിഫ്റ്റി 100ലുള്ള സ്റ്റോക്കുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇപ്പോൾ നിഫ്റ്റി 100ലുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നിഫ്റ്റി 50ലുള്ള സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി എങ്ങനെയാണ് നീങ്ങുന്നത്, ആ സ്റ്റോക്കുകളും ഒരു 70 to 80% ആ സ്റ്റോക്കുകൾ നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് നീങ്ങാനാണ് ചാൻസ്. അതേസമയം മിഡ് ക്യാപ്പിനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു 60%, 70% എന്ന് പറയുന്നത് ഒരു 40 to 50% ആയിട്ട് കുറയും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിലും നിഫ്റ്റി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. നിഫ്റ്റി നല്ലപോലെ ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ അത് കാണാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, എങ്കിലും കുറവാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക. നിങ്ങൾ ട്രേഡിൽ എടുക്കുക, നല്ലപോലെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയാലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇഷ്ടമായി ട്രേഡുകൾ വരാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ട് വല്ല സ്വിംഗ് പിക്സ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടാൽ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ടെലഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്ക് അടിയിൽ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.